വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും വിമർശിച്ച് CPI ജില്ലാ നേതൃത്വം. പോലീസ് അന്വേഷണം പ്രഹസനമെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു. വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാകുമ്പോൾ ആലുവ കൊണ്ട് അഭിമാനിക്കാനാകില്ലെന്നും വിമർശനം. സുബിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുബിൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ CPI കൂടി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വെറുതെ വിട്ട പ്രതി അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതി CPM DYFI പ്രവർത്തകനായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നാലെ തന്നെയാണ്, അതായത് ഈ ഒരു വിധി വന്നതിന് പിന്നാലെ തന്നെ CPI എടുത്ത നിലപാട് ഇത് തന്നെയാണ്. അതായത് ഈ ഒരു ബാഹ്യ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ആദ്യം മുതൽ തന്നെ CPI ഉയർത്തിയിരുന്നു. ആ ആരോപണം ഉയർത്തുന്നതോടൊപ്പം അത് കൂടുതൽ ശക്തമായി തന്നെ ആരോപിക്കുകയാണ് CPI. പ്രധാനമായും ഈ പ്രതിയായിരുന്ന അർജുന്റെ DYFI ബന്ധമാണ്, അതായത് DYFI CPM ബന്ധമാണ് ഇതിന് ആധാരം. പ്രധാനമായും ഈ കേസിൽ അർജുൻ പ്രതി ചേർക്കപ്പെട്ട ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിൽ ഈ CPM ഇടപെടൽ, പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായി എന്നുള്ള ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കുക പിന്നാലെയാണ് ഈ കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ CPM ഉയർത്തുന്നത്. പ്രധാനമായും ഒറ്റ വാക്കിൽ വിധി പറഞ്ഞുകൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവനയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രധാനമായും ഉയർന്നു വന്നത്. ഈ CPI മുൻ ജില്ലാ സെക്രട്ടറിയും CPI മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന KK ശിവരാമൻ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിൽ അറിയിക്കുകയും ചെയ്തു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർ മാപ്പർഹിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് CPI ആദ്യം മുതൽ തന്നെ എടുത്തത്. ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെ അവർ തുടരുന്നു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രിൻസ് മാത്യു ആണ് നിലവിൽ ഈ ഒരു വിമർശനം നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. അതായത് വാളയാറും വണ്ടിപ്പെരിയാറും ഈ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ ഈ ആലുവയിലെ ആ ഒരു കേസിലെ വിധി കൊണ്ട് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ഗുണമുണ്ടാക്കുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അത്തരത്തിലാണ് ആ ഒരു പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ CPIയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് CPI ജില്ലാ നേതൃത്വം നിലവിൽ എത്തിയിട്ടുള്ളത്. കൂടാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായും നിലവിൽ ഉടലെടുത്തിട്ടുള്ളത്. അതായത് ഈ കോടതിയുടെ പരാമർശം വരുന്നു, അതായത് ഈ തെളിവുകൾ ശേഖരിക്കുന്നതടക്കം, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതടക്കം വലിയ രീതിയിലുള്ള പാളിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിനും ഉണ്ടായിട്ടുണ്ട്. വലിയ അലംഭാവം ഈ ഒരു കേസിൽ അന്വേഷണ സംഘം കാണിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവമാണ് ഈ കേസിനെ ഇത്തരത്തിലാക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ തന്നെ കോടതി ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു കൂട്ടുവായിക്കപ്പെടേണ്ട ഒരു കാര്യം എന്നുള്ളത്, കോടതി ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. കൂടാതെ ബാഹ്യ ഇടപെടൽ എന്നുള്ളൊരു ആരോപണം മറു സൈഡിൽ നിന്ന് ഉയരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസ് ലഘൂകരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനെ തുടർന്നാണോ ഈ കേസ് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അലംഭാവം കാണിച്ചത് എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായും ഉടലെടുക്കുന്നത്. അതിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രത്യക്ഷ സമരവുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി, രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ ഈ പെൺകുട്ടി മരിച്ച അല്ലെങ്കിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട ആ ഒരു അവരുടെ വീട്ടിൽ നിന്ന് വായ മൂടിക്കെട്ടി വണ്ടിപ്പെരിയാർ ടൗണിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. പ്രതിഷേധം, വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വരും ദിവസങ്ങളിലും വണ്ടിപ്പെരിയാർ പോലീസിനെതിരെയും ഈ പോലീസ് സ്റ്റേഷനിലേക്കും അടക്കം ബഹുജന സംഘടനകളുടെ മാർച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ കുടുംബം അപ്പീലുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ? ഈ കേസിൽ അപ്പീലുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. പിതാവ് അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ പ്രോസിക്യൂഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അപ്പീലുമായി മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വിധി അത് റദ്ദ് ചെയ്തുകൊണ്ട് ഈ അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഈ കേസ് വീണ്ടും വിചാരണയ്ക്കെടുക്കണമെന്നൊരു ആവശ്യം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മുമ്പോട്ട്
വയ്ക്കുന്നുണ്ട്. അതിന് കാരണമെന്നുള്ളത് ഇതിൻ്റെ നിലവിൽ വിധി പുറപ്പെടുവിച്ച ആ ഒരു ജഡ്ജ് വന്നിട്ട് ഏകദേശം 3 മാസം മാത്രമേ ഈ ചാർജ് എടുത്തിട്ടാകുന്നുള്ളൂ. ഇതിനു മുമ്പ് കേസ് കേട്ട ജഡ്ജാണ് ഈ വാദിഭാഗത്തിൻ്റെ ഭാഗം മൊത്തം കേട്ടത്, സാക്ഷി വിസ്താരം മൊത്തം കേട്ടത്. ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കേട്ടുകൊണ്ട് മാത്രമുള്ളൊരു വിധി പ്രസ്താവനയാണ് വന്നിട്ടുള്ളത് എന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ വിധി റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും അപ്പീലുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്ക് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമാണ്. നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ബഹുജന മാർച്ചും ധർണയും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം എല്ലാ മണ്ഡലങ്ങളിലും ധർണയും പ്രതിഷേധ പ്രകടനവും യോഗവും ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകമാനം വ്യാപകമായ പ്രതിഷേധങ്ങൾ ആണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിൽ ഈ ഒരു കോടതി വിധിക്കെതിരെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസിനെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്നു. ഒപ്പം CPI വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.